അടി കേൾക്കോ. ആ, നീയായിരുന്നോ? മാം, ആ കുട്ടികൾ പുറത്ത് വണ്ടിയിലുണ്ട്. നീ അവരെ താജ് റെസിഡൻസിയിൽ ഇറക്കിയിട്ട് പോയിക്കോ. ഞാൻ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞോളാം. ശരി മാം. അല്ല, നിങ്ങൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടുത്തുകാരാ? ചേട്ടാ, ഞങ്ങളത് ചേട്ടാ, ഞങ്ങള് കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്ഥലം മേടിച്ച് ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടി വന്നതാ. പണ്ട് തെക്കുന്നും വടക്കുന്നും ഒരുപാട് പേര് കൃഷി ചെയ്യാൻ വന്നിട്ടുണ്ട്. ഈ കറങ്ങുന്ന കുന്തലാണ് വന്നതോടുകൂടി ഇവിടെ സ്ഥലത്തിനും വില കയറി. ദാമോദരേട്ടാ, ആ. അറിഞ്ഞോ, നമ്മുടെ കാട്ടിൽ ഒരു പെണ്ണിന്റെ ശവം കിടപ്പുണ്ടത്രേ. ആന്റണിയും ജോർജും വെടിക്ക് പോയപ്പോഴാ കണ്ടത്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എവിടെന്നെങ്കിലുമൊക്കെ ഗർഭമുണ്ടാക്കിയിട്ട് കൊന്നു കൊണ്ടുപോയിട്ടല്ലോ ഇവിടെ. എന്താ അമ്മേ, ഇങ്ങനെ രണ്ടുപേരും തുടങ്ങിയാലോ? ആരും വേണ്ടമ്മേ, നമുക്ക് മാത്രം പോവാം. മന്ത്രിയുടെ മകൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ എന്റെ ജൂനിയറെ പഠിച്ചിരുന്നു. ഞാൻ പറഞ്ഞ അവൾ ഉപേക്ഷിക്കില്ല. അത് സാറ് അവരെല്ലാരെയും വിളിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം ചെയ്യൂ. സാർ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരൻ്റെ വണ്ടിയാണ് സാർ. ഈ വണ്ടി ഇല്ലാതെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് കൂട്ടുകാരൻ്റെ? അവൻ ഗൾഫിലാണ് സാർ. വണ്ടി വീട്ടിൽ ചുമ്മാ ഇരിക്കണ്ടെന്ന് കരുതി ഞാൻ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുത്തോണ്ട് പോകും. ഇയാളുടെ പേരെന്താ? ഏതാ സുബൈദ? നല്ലൊരു പീസ്. പീസ് സാറിന്റെ ഒരു കാര്യം. വലിയ തിരക്കേടില്ല. 10-12 കൊല്ലായേ എന്റെ കൂടെ കൂടിയിട്ട്, ഭാര്യയായിട്ട് ഒരു കുട്ടിയുണ്ട്. എന്താ നോക്കുന്നോ? താൻ ആരാടോ? തനിക്ക് എന്ത് വേണം? പറ്റുമെങ്കിൽ ഒരു ജോലിക്ക് വന്നതാ. ജോലി തരാൻ ഇത് തൊഴിലവസര വേദിയല്ല, പോലീസ് സ്റ്റേഷനാ. പിന്നെ ഒരു എസ്ഐയുടെ ഒഴിവുണ്ട്, അതായാലോ? ഓ, അതായാലും മതി. സന്തോഷം. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നത് ഇദ്ദേഹത്തിന് അങ്ങ് പിടിച്ചില്ലാന്ന് തോന്നുന്നു. അപ്പോ നിന്നെക്കുറിച്ച് മാറിപ്പോയ എസ് ഐ രുദ്രൻ പറഞ്ഞത് വളരെ ശരിയാണല്ലേ? മാറിപ്പോയതല്ല, സ്ഥലം മാറ്റിയതാ. സർ, കൂടുതൽ റെസ്പെക്റ്റ് ഒന്നും വേണ്ട. സ്റ്റേഷൻ കാര്യങ്ങൾ വെടിപ്പാറ്റി നടക്കണം. എവിടെയാ വീടുണ്ടെന്ന് പറഞ്ഞത്? സർ, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് 2ാമത്തെ ടേണിങ്ങിലെ 3ാമത്തെ വീട്. സർ, നേരത്തെ ആളറിയാതെ. ഓക്കെ ഓക്കെ. അഗസ്റ്റൻ സർ, അപർണ കൊലക്കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ നാളെ രാവിലെ 8 മണിക്ക് എന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം, വിത്തൗട്ട് എനി എക്സ്ക്യൂസ്. യെസ് സർ. മനസ്സിലായല്ലോ? ഓക്കെ സർ. സ്റ്റേഷനിൽ യൂണിഫോമിലായിരിക്കണം. യെസ് സർ. നാശം, രാവിലെ തന്നെ ശകുന തെണ്ടുകളാണല്ലോ. അല്ല, നിനക്കിന്ന് ഗസ്റ്റുകൾ ജാസ്തിയുണ്ടോ? എന്റെ ദാമു കേട്ടാ, എവറ്റുകൾ കിടക്കുക മാത്രമല്ല, കിടക്കുന്നിടം വൃത്തികേടാക്കുക കൂടെ ചെയ്യും. നാശം. എണിക്കടാ. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറഞ്ഞോടാ തെണ്ടി. എണിക്കടാ.